നമ്മളിവിടെ പറയാൻ പോകുന്നത് മാക്സിമം സബ് അറേ എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ മാക്സിമം സബ് അറേ എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഏത് അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല ഈ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോബ്ലം, പുതിയൊരു അൽഗോരിതം. അപ്പോൾ ഇത് രണ്ടും ചെയ്യാം. ഇത് സിമ്പിളാണ്, ഒരു ഈസി പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ അതിൽ അവർ കോണ്ടിഗ്യൂസ് സബ് അറേയാണ് അവർ പറയണത്. അപ്പോൾ നമ്മൾ കോണ്ടിഗ്യൂസ് സബ് അറേയും നോൺ കോണ്ടിഗ്യൂസ് സബ് അറേ വരികയാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് രണ്ടും ഞാൻ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിനോട് തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റിനും കൂടി സോൾവ് ചെയ്ത പോലെയാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റിനോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് മാക്സിമം സബ് അറേ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് മാക്സിമം സബ് അറേ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഗിവൺ ആൻ ഇന്റിജർ അറേ നംസ് ഫൈൻഡ് ദ സബ് അറേ വിത്ത് ദ ലാർജസ്റ്റ് സം ആൻഡ് റിട്ടേൺ ഇറ്റ്സ് സം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലെ ആൻസറിൽ നമുക്ക് സബ് അറേയുടെ സം ആണ് കിട്ടേണ്ടത്, 6 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഏറ്റവും മാക്സിമം ആയിട്ട് ഏത് സബ് അറേ ആണുള്ളത് അതിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള സം എടുക്കാണ് വേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. നംസ് ഈക്വൽ ടു -2 1 -3 4 -1 2 1 -5 4 എന്നാണ്. അതിലത്തെ ഏറ്റവും മാക്സിമം ആയിട്ട് ഏത് സബ് അറേക്കാണ് ലാർജസ്റ്റ് സം 6 ആയിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇതില് ഇവർ പറയുന്നത് വെച്ചാൽ 4 -1 2 1 ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സബ് അറേ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിയിട്ട് എടുക്കുന്ന സമയത്ത്. അപ്പൊ ഈ സബ് അറേ എന്ന് പറഞ്ഞതിന്റെ ലെങ്ത് അവർ സ്പെസിഫൈ ചെയ്യണില്ല. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും സബ് അറേ എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നംസ് 1 വരുന്നു, 1 വരുന്നു, 5 4 -1 7 8 23 വരുന്നു. കാരണം നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലാർജസ്റ്റ് സം 23 കിട്ടുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, സബ് അറേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആവുന്ന സമയത്ത് നമുക്ക് വാല്യൂ അഡീഷൻ എങ്ങനെ ചെയ്യുമ്പോഴാണ് നോക്കുക. ഇത് അധികം സിമിലർ ടു ഒരു വല്ല കോമ്പിനേട്രിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്ന തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു എലമെന്റിനെ എങ്ങനെയാണ് അത് സബ് അറേ എടുക്കാൻ പറ്റുക, ബാക്കിയുള്ള വാല്യൂസ് നോക്കുമ്പോൾ മാക്സിമം സബ് അറേ എങ്ങനെ കിട്ടും നോക്കാം. ചിലപ്പോൾ കോമ്പിനേട്രിക്സ് ആവും, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ വിൻഡോ ലെങ്ത് വെച്ചിട്ട് മാക്സിമം വിൻഡോ ലെങ്ത്തിന്റെ ആവശ്യമില്ല. നോക്കി നോക്കാം എന്തായാലും എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിപ്പോ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അൽഗോരിതത്തിന്റെ പേരാണ് കഡെയ്ൻസ് അൽഗോരിതം. അപ്പൊ ഈ കഡെയ്ൻസ് അൽഗോരിതത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന അറേ എന്ന് പറയുന്നത് എന്താണ്? കോണ്ടിഗ്യൂസ് സബ് അറേ. കോണ്ടിഗ്യൂസ് സബ് അറേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സബ് അറേ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ -2 4 -2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കോണ്ടിഗ്യൂസ് സബ് അറേ ആണ്. -2 4 3 എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നോൺ കോണ്ടിഗ്യൂസ് സബ് അറേ ആണ്. ഓക്കെ, ഇത് കോണ്ടിഗ്യൂസ് ആണ്, കണ്ടിന്യൂസ് ആണ് ശരിക്കും. ഇത് നോൺ കോണ്ടിഗ്യൂസ് ആണ്, കണ്ടിന്യൂസ് അല്ലാത്തത് ആയിട്ടുള്ള സബ് അറേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ഒരു കോണ്ടിഗ്യൂസ് സബ് അറേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കോണ്ടിഗ്യൂസ് സബ് അറേയില് എങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടാന്നാണ് കഡെയ്ൻസ് അൽഗോരിതം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കഡെയ്ൻസ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഇവിടെ രണ്ട് വാല്യൂ ആണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക. മാക്സിമം സമ്മും ഇനിഷ്യലൈസ് ചെയ്യും, കറന്റ് സമ്മും ഇനിഷ്യലൈസ് ചെയ്യും. ഇതില് മാക്സിമം സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാക്സിമം സം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇതിന് 0 കൊടുക്കാം. മാക്സിമം സം എന്ന് പറഞ്ഞാൽ 0ഉം കറന്റ് സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ഓഫ് ഇൻഫിനിറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കറന്റ് സം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് 0 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മിനിറ്റ്. ഇതിൽ മാക്സിമം സം ആണ് ഫ്ലോട്ട് ഓഫ് ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നത്. അതേപോലെ കറന്റ് സം എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്നതാണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കറന്റ് സം എന്ന് പറയുന്നതാണ് നമ്മുമായിട്ട് ഈക്വൽ ആണ്. നമുക്കത് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഫോർ നം ഇൻ നംസ്, അപ്പൊ നമ്മള് ഈ നംസ് കൂടെ ഫ്ലോ ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കറന്റ് സമ്മിനോട് നമ്മൾ നം ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പ്ലസ് ഈക്വൽ ടു നം ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് മാക്സ് സം എന്ന് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഓഫ് കറന്റ് സം കോമ മാക്സിമം ആണ്. കറന്റ് സം കോമ മാക്സിമം. എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ കറന്റ് സം എന്ന് പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള 0നെക്കാട്ടിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ
അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കറന്റ് സം നമ്മൾ 0 എന്ന് പറഞ്ഞിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് റിട്ടേൺ മാക്സിമം സം എന്നാണ് ചെയ്യുക. അപ്പൊ ഇത് കോണ്ടിഗ്വസ് സബ്അറേക്കാണ് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സാധനം. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത് കോണ്ടിഗ്വസ് സബ്അറേ ആയിട്ട് എടുക്കാനുള്ള കാരണം നമുക്ക് ഓരോ എക്സാമ്പിൾ വഴി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അപ്പൊ നമ്മള് 1 - 2 4 - 2 3 4 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എടുക്കണം വിചാരിക്കുക. അപ്പൊ ഇതില് ഫസ്റ്റ് എന്താവും കറന്റ് സം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിലോട്ട് പോയിന്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇതില് കറന്റ് സം ഈക്വൽ ടു എന്തായി മാറും? കറന്റ് സം ഈക്വൽ ടു 1 ആയി മാറും. പിന്നെ നമ്മൾ മാക്സ് സം എന്തായി മാറും? അപ്പൊ 1 ആയി മാറും അല്ലെ. അപ്പൊ എന്താണ് ഫ്ലോട്ട് ഓഫ് ഇൻഫിനിറ്റി ചെയ്ത് നമുക്ക് ചാടിയിട്ട് ഇങ്ങോട്ട് മാറി അല്ലെ. ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് എത്തും. അപ്പൊ അടുത്ത ഈ വാല്യൂലേക്ക് എത്തുമ്പോ ഇങ്ങനെ മാറും. അടുത്ത വാല്യൂലോട്ട് എത്തുമ്പോ എന്തായി മാറും? കറന്റ് സം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായി മാറും? നമുക്ക് ഫസ്റ്റ് 1 - 2 എന്നുള്ളത് -1 ആയി മാറും. മാക്സിമം സം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായി മാറും? 1 തന്നെ ആവും മാറും അല്ലെ. നമുക്ക് എന്താണ് അത് മാക്സിമം സം 1 തന്നെയാണ് അല്ലെ. ഇത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് എന്താണ് ഈ പ്രൊപ്പൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ വരെ നമുക്ക് എന്താണ് കോണ്ടിന്യൂസ് സബ്അറേ നമുക്ക് എന്താണ് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോണ്ടിന്യൂസ് സബ്അറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് അടുത്ത പൊസിഷനിലെത്തി. അപ്പൊ അടുത്ത പൊസിഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ 4-ലെത്തി. അപ്പൊ നമുക്ക് എന്താണ് കറന്റ് സം എന്ന് പറഞ്ഞാൽ എന്താണ് -1 ഉണ്ടായിരുന്നത് എന്തായി മാറും? നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്തായി മാറും? 0 ആയി മാറും അല്ലെ. നമുക്ക് ഇവിടെ എത്തുമ്പോൾ 0 ആയി മാറും. അപ്പൊ ഇവിടെ 0 ആണ്. അപ്പൊ 0 + 4 ആണ് കറന്റ് സം എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് മാക്സിമം സം എന്താണ് നമ്മുടെ 4 ആണെന്ന് മാറും അല്ലെ. ഇപ്പൊ നമ്മൾ എന്താ ഇപ്പൊ നമ്മുടെ അറേ ഇവിടുന്ന് എന്താണ് ഇവിടുന്നുള്ള പൊസിഷനിൽ അത് മാറിയിട്ട് അറേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാവില്ലേ? എങ്ങനെയാണ് അത് എന്താ പോയിന്റർ എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നത് മനസ്സിലായില്ലേ? മാക്സിമം എന്താണ് 4 എന്തായിരുന്നു മാറി. ഇനി അതേപോലെ ഇനി നമുക്ക് ഈ -2 എത്തുന്ന സമയത്ത് നോക്കാം. അപ്പൊ എന്താണ്ടാവുന്നത്? കറന്റ് സം എന്ന് പറയുന്നത് 4 - 2 എന്താണ് 2 ആയി മാറും. മാക്സിമം സം എന്താണ് അപ്പോഴും 4 തന്നെ ആയിട്ട് കണക്കാക്കിയിട്ട് നിൽക്കും. അപ്പോ ഈ പൊസിഷനിലും നമ്മുടെ ഇത് മൂവ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ മാക്സിമം സം 4 തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അവിടെ തന്നെ നിൽക്കാം അല്ലെ. ഇനി നമുക്ക് എന്താണ് അടുത്തത് ഇവിടെ എത്തുന്ന സമയത്ത് ഈ 3-ൽ എത്തുമ്പോ എന്താണ്ടാവുന്നത്? കറന്റ് സം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ മാറുക? ഈ ഓൾറെഡി ഉള്ള 2 + 3 അല്ലേ മാറുക. അപ്പൊ എന്താണ് മാറുക? 5 ആണ് വരിക. അപ്പൊ മാക്സിമം സം എന്തായി? മാക്സിമം സം നമുക്ക് എന്താണ് 5 എന്ന് കിട്ടി അല്ലെ. ഇപ്പൊ മാക്സിമം സം 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ആയി. ഇപ്പൊ ഇവിടെ വരെ ആയിരുന്നു. പിന്നെ അത് നമുക്ക് എന്താണ് ഇത് പോയിട്ട് എന്താണ് ഇതും കൂടി ഇൻക്ലൂഡ് ആയി ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക്. കാരണം ഇതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ കൂടി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ട് അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താണ് കറന്റ് സം എന്തായി 9 ആയി മാറി. അതേപോലെ ഇപ്പൊ മാക്സ് സം എന്താണ് നമുക്ക് 9 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് ഇതും കൂടി നമ്മുടെ ഈ കോണ്ടിഗ്വസ് സബ്അറേയുടെ ഉള്ളിലത്തെ ഒരു ഭാഗമായി മാറി അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഇതും കൂടി വാല്യൂ വരും. അപ്പൊ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് മാക്സിമം 9 കിട്ടും. ഇനി നമ്മൾ എങ്ങാനും ഇത് എന്താണ് ഒരു കോണ്ടിന്യൂസ് സബ്അറേ നമുക്ക് എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4 - 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിനെയാണ് നമ്മൾ ഇവിടെ മാക്സിമം കോണ്ടിഗ്വസ് സബ്അറേ ആയിട്ട് നമുക്ക് എടുക്കുന്നത് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടൻസ് അൽഗോരിതം ഇത്ര വൃത്തിയായിട്ട് നമുക്ക് ഇത് കിട്ടിയത് മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് ഇപ്പൊ നമുക്ക് ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പൊ കോണ്ടിഗ്വസ് സബ്അറേ കിട്ടി. അപ്പൊ നോൺ കോണ്ടിഗ്വസ് സബ്അറേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതില്ല. ക്വസ്റ്റ്യനിൽ കോണ്ടിഗ്വസ് സബ്അറേ ഉള്ളൂ. അപ്പോ നോൺ കോണ്ടിഗ്വസ് സബ്അറേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ. ഇപ്പോൾ നോൺ കോണ്ടിഗ്വസ് സബ്അറേ ആകുമ്പോൾ നമ്മൾ എന്താണ് സെയിം നമുക്ക് ഇതേ അറേനെ എടുക്കാം. ആ സമയത്ത് നമ്മൾ കഡെൻസ് അൽഗോരിതം എടുക്കേണ്ട ആവശ്യമില്ല. ഈ കഡെൻസ് അൽഗോരിതം നമുക്ക് എന്താണ് ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ് എടുത്തത്. അപ്പൊ നമ്മൾ എന്താണ് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗ് തന്നെ എടുക്കാൻ പറ്റും നമുക്ക് നോൺ കോണ്ടിഗ്വസ് സബ്അറേ ആകുമ്പോൾ. അപ്പോ നോൺ കോണ്ടിഗ്വസ് സബ്അറേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ കോണ്ടിഗ്വസ് സബ്അറേ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്ത സബ്അറേ. നമ്മൾ കുറച്ചും നമ്മൾ മനസ്സിലായി ആ ഒരു എന്താണ് അറേ ഡെവലപ്പായി വരികയാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് DP നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ DP ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 0, നമുക്ക് എന്താണ് ഈ DPയുടെ വാല്യൂ അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് നംസ് ഓഫ് 0 ഫസ്റ്റത്തെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നംസ് ഓഫ് 1 നംസ് 0 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് ഇപ്പൊ DP ഓഫ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ DP എന്തായി മാറും? ഈ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ DP ഓഫ് 0, നമുക്ക് എന്താണ് നംസ് ഓഫ് 1 എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ എന്താണ് 2 തൊട്ടിട്ട് ലാസ്റ്റ് വരെയാണ് റൺ ചെയ്യിക്കുക. നംസിന്റെ ലാസ്റ്റ് വരെയാണ് റൺ ചെയ്യിക്കുക. അപ്പൊ ഇതിലെന്താണ് നമ്മുടെ DP എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക? DP ഓഫ് I എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുക?
മാക്സ് ഓഫ് ഡി പി ഓഫ് പ്രീവിയസ് വാല്യൂ അല്ലെ, ഇതിൽ നമുക്ക് കാണാമല്ലോ ഡി പി ഓഫ് പ്രീവിയസ് വാല്യൂ കോമ നമ്മുടെ എന്താണ് ഡി പി ഓഫ് പ്രീവിയസ് ടു പ്രീവിയസ് വാല്യൂ പ്ലസ് നംസ് ഓഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ചെയ്യുക. ഇതാണ് നമ്മുടെ കിട്ടുക ഡി പി ഓഫ് ഐ. നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ ഡി പി ഓഫ് -1 കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ലാസ്റ്റത്തെ നമ്മുടെ എന്താണ് മാക്സിമം നോൺ കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള സബ്അറേ ഏതാന്ന് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 0 1 അല്ലെ, അപ്പൊ 0 1 2 3 4 5 എന്നുള്ള ഓരോ ലെങ്ത് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡി പി ഓഫ് 0 എന്നുള്ള എന്തായിരുന്നു 0, നംസ് 0. അപ്പൊ എന്താണ് നമുക്ക് ഫസ്റ്റത്തെ വാല്യൂ നമ്മുടെ വാല്യൂസിൽ നമ്മൾ എന്താണ് മാക്സിമം എടുക്കണമെങ്കിൽ നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ -1 ആയിട്ട് നിൽക്കണം. അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഒക്കെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു കാര്യമില്ലാത്ത കാര്യം പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് 0 എന്നാവും ഫസ്റ്റത്തെ നമ്മുടെ ഡി പി ഓഫ് 0 എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് 1 ആയതുകൊണ്ട് നമ്മുടെ ഡി പി ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, കാരണം നംസ് ഓഫ് 0 വരുമ്പോൾ മാക്സ് എടുക്കുന്നതാണ്. ഇനി ഡി പി ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ പ്രീവിയസ് വാല്യൂ ഇപ്പൊ വരുന്ന വാല്യൂ തമ്മിലുള്ള ഏറ്റവും മാക്സിമം ഏതാണെന്ന് നോക്കണ്ട് അല്ലെ. അപ്പൊ പ്രീവിയസ് വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ മാക്സിമം എടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പ്രീവിയസ് വാല്യൂ നമ്മുടെ ഈ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ, അത് ഈ കറന്റ് വാല്യൂ നമുക്ക് വരുമ്പോൾ ആവശ്യമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി പ്രീവിയസ് വാല്യൂ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇത് എന്താണ് 1 തന്നെ വന്നത്, -2 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താണ് അപ്പൊ ഇനി 4 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇനി 4 വരുന്ന സമയത്ത് എന്താണ് 4 വരുന്നത് നമ്മൾ ഇവിടെ എഴുതിയില്ല 1 -2 4 -2 3 4. അപ്പൊ ഇനി 4 വരുന്ന സമയത്ത് എങ്ങനെ എടുക്കുന്നത്, 4 വരുമ്പോൾ നമുക്ക് എടുക്കാണ് എന്താ ഇപ്പൊ മനസ്സിലായി നമുക്ക് എന്താണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഈ ഒരു നമ്മുടെ സബ്അറേയിലുള്ള ഒരു അംഗമാണത്, പക്ഷെ -2 നമ്മുടെ സബ്അറേത്തെ അംഗമല്ല. ഇനി 4 എടുക്കുകയാണ്. അപ്പൊ 4 എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ 4 എടുക്കുമ്പോൾ അവർ നോക്കുന്നത് എന്താണ് മാക്സിമം ഓഫ് ഡി പി ഓഫ് ഐ -1 ഡി പി ഓഫ് ഐ -2 പ്ലസ് നംസ് ഓഫ് ഐ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം. അപ്പൊ ഇതിന്റെ ഈ മാക്സിമം എന്നാണോ അതോ ഡി പി ഓഫ് ഐ -2 പ്ലസ് നം ഓഫ് ഐ. അപ്പൊ ഈ വാല്യൂ വരുന്നതും ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ അതാണ് നോക്കുക. അപ്പൊ നമുക്ക് 5 ആണെന്ന് കിട്ടി അല്ലെ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എന്താ ഇത് ഏറ്റവും മാക്സിമം മാത്രം എടുക്കുള്ളൂ. ഇതുവരെയുള്ള നമുക്ക് എന്താണ് ഒരു ഡാറ്റയിൽ എന്താണ് ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഒരു മെമ്മോ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഒരു മെമ്മറൈസ് ചെയ്യണ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. മെമ്മറൈസ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇവിടെ മെമ്മറൈസ് ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതെന്താണ് പ്രീവിയസ് വാല്യൂ വരുന്നതാണെങ്കിൽ ഇതെന്താണ് പ്രീവിയസ് ടു പ്രീവിയസ് വാല്യൂ വരെയുള്ള മെമ്മറൈസ് ചെയ്ത ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് വേണോ അത് എന്താണ് ഇത് നമുക്ക് ഡബിൾ ജമ്പിന്റെ പിന്നത്തെ വാല്യൂ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള തൊട്ട് മുന്നത്തെ വാല്യൂ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ വഴിക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് 5 നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് 5 നമ്മുടെ കോണ്ടിഗ്യൂസ് സബ്അറേയുടെ ഒരു ഭാഗമായി മാറുന്നു. ഓക്കെ അല്ലെ. ഇനി നമുക്ക് എന്താണ് അടുത്ത -2 ആണ് അല്ലെ. അപ്പൊ ഈ -2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കുക, ഈ -2 പ്ലസ് ഡി പി ഓഫ് ഐ -2 അതായത് ഈ വാല്യൂ ആണ്. അപ്പൊ -2 പ്ലസ് 1 എന്നത് -1 ആണ്. പക്ഷെ പ്രീവിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡി പി ഓഫ് ഐ -1 5 ആണ്. അപ്പൊ നമുക്ക് പ്രീവിയസ് വാല്യൂ പറഞ്ഞതിന്റെ വേണ്ടുമെന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് പ്രീവിയസ് വാല്യൂ കിട്ടുമ്പോൾ ഇത് എന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. ഇവിടെ നമുക്ക് എന്താണ് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചില്ല, ഈ വാല്യൂ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിച്ചില്ല, ഈ വാല്യൂ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിച്ചില്ല. ഇനി നമുക്ക് എന്താണ് അടുത്തത് 3 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് 3 എങ്ങനെ നമ്മൾ നോക്കുക, 3 എന്താണ് ഇതിന്റെ വാല്യൂ പിന്നത്തെ വാല്യൂ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഡി പി ഓഫ് ഐ -2 3 + 5 എന്ന് പറയുന്നത് 8 ആണ്. 8 ആണോ പ്രീവിയസ് വാല്യൂ ആണോ എന്താണ് വലുത് നോക്കണം. 8 ഉം 5 നോക്കുമ്പോൾ നമുക്ക് 8 ആണ് വലിയ വാല്യൂ കിട്ടണം. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഇത് എന്താ അലോവ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ നമുക്ക് പിന്നത്തെ തൊട്ട് മുന്നത്തെ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ അതാണ് കറക്റ്റ് എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് 8 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തത് കിട്ടുന്നത് 9 ആണ്. അപ്പോ നമ്മളിവിടെ എന്താണ് ആഡ് ചെയ്യുന്ന ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് ഈ 3 നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, ഈ 4 എന്താണ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ് ഏതൊക്കെ വാല്യൂസ് ഇവിടെ വരുന്നുള്ളൂ, ഇവിടെ വരുന്ന വാല്യൂസ് നമുക്ക് എന്തൊക്കെയായിരുന്നു 1 ഉം 4 ഉം മാത്രമാണ് ഇനീഷ്യലൈസ് ചെയ്യാം. മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് എന്താണ് 1 ഉം 4 മാത്രം ഈ വാല്യൂ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 1 ഉം 4 മാത്രം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. കാരണം ഇവിടെ വരുന്ന സമയത്ത് ഇത് എന്താണ് ഒപ്റ്റിമൽ കണ്ടീഷൻ ആവില്ല. കാരണം നമ്മൾ 3നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒപ്റ്റിമൽ കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ മാക്സിമം കണ്ടിന്യൂസ് സബ്അറേന്റെ എന്താണ് മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് 1 + 4 + 4 ആണ്. നമുക്ക് എന്താണ് 9 ആണ് കിട്ടും. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ എന്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്താണ് ഇതൊരു കണ്ടിഗ്യൂസ് സബ്അറേ ആണ്. സബ്അറേ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു കണ്ടിഗ്യൂസ് ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും പ്രശ്നം. ഇപ്പൊ നോൺ കണ്ടിഗ്യൂസ് സബ്അറേ ആകുമ്പോഴും നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് വരെ നമ്മൾ സെയിം വാല്യൂസ് പോകുന്നത്. അത് ഞാൻ വൈറ്റ് ബോർഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എങ്ങനെയാണ് സ്റ്റാർട്ട് ടു എൻഡ് വരെ പോകുന്നത്. അതുകൊണ്ട് അതും ഒരു നോൺ കണ്ടിഗ്യൂസ് ആണെങ്കിൽ കൂടി നമ്മൾ എന്താണ് സ്റ്റാർട്ട് ടു എൻഡ് വരെയാണ് പോകുന്നത്, അല്ലാണ്ട് നമ്മൾ ഇടയിൽ എടുക്കണില്ല. അതാണ് നമുക്ക് അവിടെ നമുക്ക് എന്താണ് അപ്പൊ ആ സമയത്തുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ എടുക്കുക, ആ സമയത്തുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ എടുക്കുക എന്നിട്ടാണ് അവിടെ നമ്മൾ ചെയ്തത്. ഇവിടെ അതേപോലത്തെ സെയിം
കോൺസെപ്റ്റിൽ നമുക്ക് എന്താണ് കണ്ടിഗ്യൂസ് ആയിട്ടുള്ള സബ് അറേ ആണ്. അപ്പൊ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഇവിടെ നമ്മളൊരു കറന്റ് സമ്മിന്റെ ഒപ്പം വാല്യൂ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ മാക്സിമം സമ്മ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ മാക്സിമം സമ്മ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇനി കറന്റ് സമ്മ് എങ്ങാനും ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് സീറോയിലേക്ക് മാറ്റാം. നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സീറോയിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് ജമ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ വൈറ്റ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയി നോക്കുക. ഞാൻ ഇത് സെയിം സാധനം ഞാൻ റൺ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരുന്നു. ഇത് നമുക്ക് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കിട്ടി. ഇനി ഞാൻ ഇതേപോലെ നമ്മുടെ ഫസ്റ്റ് കുറച്ച് സൊല്യൂഷൻസ് നോക്കുന്ന സമയത്ത് മനസ്സിലായത് എന്താ വെച്ചാൽ ഇത് ഫോർ ലൂപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയും ഇത് ഓർഡർ ഓഫ് എൻ തന്നെയാണ്, ഇതും ഓർഡർ ഓഫ് എൻ തന്നെയാണ്. ഇതിന്റെ എല്ലാ ആൻസേഴ്സും സിമിലർ ടു അവേഴ്സ്. നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ അതിന്റെ സെയിം തന്നെയാണ്, കറന്റ് സമ്മും മാക്സിമം സമ്മിനാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതും ഓർഡർ ഓഫ് എൻ തന്നെയാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ഇത് ചില സമയത്ത് ലീഡ് കോഡ് ഓരോ പോലെയാണ് കാണിക്കുക. അപ്പൊ അതേപോലെയാണ് ഇതിൽ വന്നത് മാത്രം. ഓക്കെ ഓക്കെ, താങ്ക് യു. കണ്ടതിൽ നന്ദി.